നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. ഒരുപക്ഷെ തുടക്കത്തിൽ നമ്മൾ വിചാരിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലം വളരെ സുന്ദരമായ, നുണകളൊന്നുമില്ലാത്ത, വ്യാജങ്ങൾ പ്രചരിപ്പിക്കാത്ത, വ്യാജ വീഡിയോകളും വാർത്തകളൊന്നും പ്രചരിപ്പിക്കാത്ത സുന്ദരമായൊരു കാലമായിരിക്കും ഈ പ്രചാരണ കാലം എന്ന്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ ഞാൻ അങ്ങനെ വിചാരിച്ചതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ വിചാരം പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഒന്നും മനസ്സിലാവാത്ത നിലയിലായി. എല്ലാവരും മോശക്കാരല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ തങ്ങളുടെ അവകാശവാദങ്ങളായി, ആരോപണങ്ങളായി, മറ്റ് എതിർ പാർട്ടിക്കാരെ കുറ്റപ്പെടുത്തുന്നതിനുള്ള ഉപകരണങ്ങളായി ഒക്കെ അവർ മാറുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ നടന്ന 3-4 ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ നടന്ന കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി നടൻ കൂടിയായ കൃഷ്ണകുമാറിൻ്റെ കണ്ണിന് പരിക്കേറ്റ കാര്യമാണ്. ഞാൻ ആദ്യം അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മാതൃഭൂമിയിൽ വന്ന വാർത്ത വായിക്കാം. മാതൃഭൂമിയുടെ വെബ്സൈറ്റ് എഡിഷനിലാണ്, ഓൺലൈനിലാണ്. സ്വീകരണത്തിനിടെ കൂർത്ത വസ്തു കണ്ണിൽ കൊണ്ടു, കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് പരിക്ക് എന്നാണ് തലക്കെട്ട്. പ്രവർത്തകൻ്റെ കൈതട്ടി കണ്ണിന് പരിക്കേറ്റു എന്ന് മറ്റൊരു വാർത്തയും ഉണ്ട്. ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വായിച്ചു നോക്കിയപ്പോൾ സ്വീകരണത്തിനിടെ പ്രവർത്തകൻ്റെ കൈവിരൽ തട്ടി NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറിൻ്റെ കണ്ണിന് പരിക്കേറ്റു. കുണ്ടറ മുളവന ചന്തമുക്കിൽ ശനിയാഴ്ച വൈകിട്ട് 5-നാണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ കുണ്ടറയിലെ സ്വകാര്യ കണ്ണാശുപത്രി എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി. ഡോക്ടർ വിശ്രമം ആവശ്യപ്പെട്ടെങ്കിലും ആശുപത്രിയിൽ നിന്ന് വീണ്ടും പ്രചാരണ പരിപാടികൾക്കായി പുറപ്പെടുകയായിരുന്നു. കുണ്ടറ മണ്ഡലത്തിലെ പ്രചാരണ യോഗത്തിൻ്റെ ഉദ്ഘാടനം പടപ്പക്കരയിൽ വൈകിട്ട് 4-ന് ദേശീയ സമിതി അംഗം MS ശ്യാംകുമാർ നിർവഹിച്ചു. പടപ്പക്കര, കുമ്പളം ഭാഗങ്ങളിൽ സ്വീകരണ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷമാണ് മുളവനയിലേക്ക് G കൃഷ്ണകുമാർ എത്തിയത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇങ്ങനെ കൂട്ടത്തിലിരിക്കുമ്പോൾ ആ പ്രചരണത്തിനിടയിൽ എങ്ങനെയോ കൈകൊണ്ട് പരിക്കേറ്റു എന്നുള്ളതാണ് വാർത്ത മനസ്സിലാവുന്നത്. എന്നാൽ കൃഷ്ണകുമാർ ചാനലുകൾ കൊടുത്ത ബൈറ്റ് അതിൻ്റെ പിന്നാലെ വന്നു. അദ്ദേഹം പ്രതികരിക്കുന്നത്, റിപ്പോർട്ടർ TVയോട് പ്രതികരിച്ച കാര്യമാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ അതിന് മുന്നേ ചില സ്ഥലങ്ങളിൽ പോയി തൃശ്ശൂർ പൂരത്തിലെ പ്രശ്നങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രസംഗിച്ചിരുന്നു. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആരോ ഒരാൾ എന്നെ ആക്രമിച്ചതാണോ എന്ന് സംശയിക്കുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള കണ്ടെത്തൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ കുണ്ടറയിൽ നിന്ന് മുഴുവൻ സ്വീകരണങ്ങളായിരുന്നു. അപ്പോൾ ഒരു സ്വീകരണത്തിനിടയ്ക്ക് പെട്ടെന്ന് വളരെ വലിയൊരു കൂട്ടം ക്രൗഡുണ്ടായിരുന്നു. ക്രൗഡിനിടയിൽ ഒരു തിക്കും തിരക്കും ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ എന്നറിയില്ല. കാരണം അതിന് തൊട്ട് മുമ്പുള്ള 2 വേദികളിൽ ഞാൻ തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് കടുത്ത രൂക്ഷമായ ഭാഷ തന്നെ വിമർശിച്ചു. കാരണം വെച്ചാൽ അത് അത്രയും ഗുരുതരമായ വിഷയമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞുള്ള മീറ്റിങ്ങിനാണ് ഈ കൂട്ടത്തിനകത്ത് ഒരു തിക്കും തിരക്ക് ഉണ്ടാക്കിയതായിട്ടും പെട്ടെന്ന് കണ്ണിലോട്ട് എന്തോ ഒരു സാധനം കുത്തി. അപ്പോൾ അത് ഞാൻ ആദ്യം അറിയാതെ കുത്തിയതാണെന്ന് സംഭവിച്ചത്. പിന്നീട് എനിക്ക് അവിടെ പലരും എന്ന് പറഞ്ഞാൽ ആ തിക്കും തിരക്ക് ഉണ്ടാക്കിയതാണ്, ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതുപോലെ തോന്നുന്നു. എന്തായാലും കണ്ണവിടെ തന്നെ അവിടെ കൊണ്ടുപോയി ആശുപത്രി പോയപ്പോൾ കോർണിയയിലാണ് ഒരു കട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഹെമറേജ് പോലെയും വന്നിരിക്കുന്നു. അപ്പോൾ അത് അന്നേരം അവിടെ ആശുപത്രി കൊണ്ട് പാക്ക് ചെയ്ത് പോയെങ്കിൽ ഇപ്പോൾ വേദന സഹിക്കാൻ വയ്യ, തിരിച്ച് വീണ്ടും ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ വീണ്ടും ഒന്ന് പാക്ക് ചെയ്തു, ഒരു പെയിൻ കില്ലർ എടുത്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിനോട് സമാനതകളൊന്നുമില്ലാത്ത മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ ശോഭനയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രസ് മീറ്റ് നടത്തി. രാജീവ് ചന്ദ്രശേഖറിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരണത്തിൽ പങ്കെടുക്കാനാണ് നടി ശോഭന എത്തിയത്. അപ്പോൾ ശോഭനയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖറിനോട് ചോദിച്ചു, ഒരു മാധ്യമ പ്രവർത്തക, ഈ കേരളം മതേതര നാടാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആലോചിച്ചു, കേരളം അങ്ങനെ നല്ല നാടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ നിലപാടിന് വിരുദ്ധാവോ, അല്ലെങ്കിൽ ദേശീയ നിലപാടിന് അനുകൂലമാവോ? വെറുതെ എന്തിനാ പുലിവാല് പിടിക്കുന്നത്? കേരളം നല്ല സ്ഥലമാണ്, മതേതരത്വമുള്ള സ്ഥലമാണ് എന്നൊന്നും പറയാൻ ഇപ്പം വയ്യ എന്നുള്ള മട്ടിൽ മൂപ്പർ പ്രതികരിച്ചു. അപ്പം VV രാജേഷും ഉണ്ടായിരുന്നു. VV രാജേഷും മറ്റു നേതാക്കളൊക്കെ പറഞ്ഞു, ഞങ്ങൾ നാളെ പറയാം, ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വാർത്താ സമ്മേളനം അവസാനിച്ചു. അത് ഇന്ന് വേണ്ട, ഇത് മോളെ ഇന്ന് വിശ്വാശംസ നടത്താൻ വേണ്ടി അത് പത്രസമ്മേളനമാണ്. അല്ല, ഞാൻ പറയാം, ഞാൻ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറാണ്. ഇന്നത്തെ ഈ മാധ്യമ സമ്മേളനം വിശ്വാശംസ അർപ്പിക്കാനാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് നമുക്ക് നാളെ മറുപടി പറയാം. നാളെ പറയാന്ന് പറഞ്ഞാൽ നാളെയൊന്നും ആരും പറഞ്ഞായി നമ്മൾ കണ്ടില്ല. എന്നാൽ ഇടയ്ക്കൊരു ദിവസം മറ്റൊരിടത്ത് വെച്ച് വേറൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, അല്ല നിങ്ങൾ അന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ, പറയാമെന്ന് പറഞ്ഞല്ലോ, കേരളം മതേതര നാടാണ് എന്ന് പറയാമെന്ന് പറഞ്ഞല്ലോ, ആ പറഞ്ഞതിൽ എന്തെങ്കിലും അന്വേഷണം നടത്തിയോ, അതിലൊരു നിഗമനത്തിൽ നിങ്ങൾ എത്തിയോ എന്ന് ചോദിച്ചു. അപ്പം കേരളം അങ്ങനെ മതേതര നാടാണെന്ന് പറഞ്ഞാൽ കുഴപ്പമാണല്ലോ, അല്ലെങ്കിൽ അത് പറഞ്ഞില്ലെങ്കിൽ അതും കുഴപ്പമാണല്ലോ, യഥാർത്ഥ വസ്തുത പറഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ്, വോട്ടിനെയൊക്കെ ബാധിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് രാജീവ് ചന്ദ്രശേഖർ അവിടെ നിന്ന് ഭയങ്കരമായി ക്ഷുഭിതനായി മൂപ്പരങ്ങ് നിലപാട് പ്രഖ്യാപിച്ചു. എന്തോ അത് ഇന്ത്യ അങ്ങനെയാണ്. അല്ല, അത് വേണ്ട, അങ്ങനെ മോട്ടിവേറ്റഡ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കണ്ട. ഞാൻ എൻ്റെ സെക്യുലർ ബാക്ക്ഗ്രൗണ്ട് ആരും എന്നോട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു സെക്യുലർ അല്ല. ഞാൻ പറയട്ടെ
ഇങ്ങനെ മോട്ടിവേറ്റഡ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. അത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ്. അല്ല, ചോദിച്ചു, ഞാൻ കേട്ടു. അത് എന്തുകൊണ്ട് ചോദിച്ചു എനിക്ക് മനസ്സിലായി. അതിൻ്റെ ആൻസർ ഞാൻ തരാൻ പോകുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് നോക്കൂ, ഞാൻ അന്ന് പറഞ്ഞ CM എന്നോട് വർഗീയവാദി എന്ന് വിളിച്ചതാ. എന്നെ വേറെ എന്തെങ്കിലും വിളിച്ചാണ്ടല്ലോ, വർഗീയവാദി എന്ന് വിളിച്ചാൽ എൻ്റെ ആൻസർ കിട്ടും. എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, വർഗീയവാദി വിളിക്കാൻ പാടില്ല. അത് ഞാനല്ല. അത് നിങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും പറഞ്ഞല്ലോ, അവിടെ പോയി ചോദിച്ചു നോക്കൂ. അപ്പോഴും കേരളം മതേതരത്വത്തിൻ്റെ നാടാണ് എന്ന് പറയാൻ രാജീവ് ചന്ദ്രശേഖരന് അത്രക്കങ്ങ് ഉഷാറില്ല. കാരണം എന്തായിരിക്കും? കളമശ്ശേരിയിൽ സ്ഫോടനം ഉണ്ടായപ്പം അപ്പോൾ ഉചിതമായി അപ്പം തന്നെ ഇടപെട്ട ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തെ കൊടും വിഷം എന്ന് വിളിക്കുകയും ചെയ്തതാണ്. ഇതേ അദ്ദേഹത്തിൻ്റെ തന്നെ പങ്കാളിത്തത്തിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടറുടെ ചോദ്യത്തിന് വെറും വിഷമല്ല കൊടും വിഷം എന്ന് പറഞ്ഞതിൻ്റെ ആഘാതം ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരൻ അങ്ങ് മാറിയിട്ടുമില്ല. അതുകൊണ്ട് ഇനി എന്തെങ്കിലും പറഞ്ഞ് വീണ്ടും കുഴപ്പത്തിലാവേണ്ട. യഥാർത്ഥ കാര്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. നോർത്ത് ഇന്ത്യയിലൊക്കെ BJPക്കാരും സംഘപരിവാറുകാരും എന്താണ് പറയുക എന്ന് അദ്ദേഹത്തിന് അറിയാലോ. അല്ലാണ്ട് പറഞ്ഞാലോ ഞങ്ങളുടെ പാർട്ടി നിലപാടിന് വിരുദ്ധമായി പോകും. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് നല്ലത് മാത്രം വരട്ടെ. ഇതൊക്കെ കഴിയുമ്പോഴാണ് മറ്റൊരിടത്ത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രചാരണത്തിന് പോകുന്നത്. VD സതീശൻ ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യവും കോൺഗ്രസിൻ്റെ നിലപാടും ഒക്കെ വന്ന സമയത്ത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച BJPനെ പോലെ കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യാനാണ്? ഇലക്ട്രൽ ബോണ്ടാണെങ്കിൽ ആ CPMമാർ കോടതിയിലൊക്കെ പോയി ആകെ അലമ്പാക്കി കളഞ്ഞ് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏത് കള്ളനും കൊള്ളക്കാരനും സംഭാവന നൽകാനുള്ള ഒരു സ്പേസായി. കൊടുക്കുന്ന ആളുടെ പേരും വിവരങ്ങളും രഹസ്യമാക്കി വെക്കുന്ന ഏർപ്പാടാണല്ലോ ഇലക്ട്രൽ ബോണ്ട്. അങ്ങനെ വന്ന ആ കാര്യം CPIയും CPM ഉൾപ്പെടെയുള്ള ആരൊക്കെയോ കൂടി കോടതിയിൽ പോയി റദ്ദാക്കി ആ കൊടുത്ത പൈസേൻ്റെ മുഴുവൻ വിശദാംശങ്ങൾ വേലിച്ച് പുറത്തിട്ട് നാറ്റിച്ച് കളഞ്ഞു കോടതി. ആ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പം VD സതീശൻ എന്തെങ്കിലും പറയണ്ടേ? നമ്മൾ മേടിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ റോബർട്ട് വദ്രയുടെ പങ്കാളിത്തത്തിലുള്ള നമ്മളെ DLFൻ്റെ ടീം വരെ 170 കോടി കൊടുത്തു. അതിനുശേഷം വദ്രയ്ക്കുള്ള കേസും അങ്ങ് റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അതും ഇലക്ട്രൽ ബോണ്ടിൻ്റെ വഴികളുടെ പ്രത്യേകതകളാണല്ലോ. അതുകൊണ്ട് VD സതീശൻ സാറ് പ്രസ് മീറ്റിനൊക്കെ പോയപ്പം ഈ ചോദ്യം നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ദേശാഭിമാനിക്കാരും കൈരളിക്കാരും ഒക്കെ ചോദിക്കുകയാണത്രേ ഇലക്ട്രൽ ബോണ്ട് എന്ന്. മൂപ്പര് ഒരു ദിവസം അടിച്ചു വിട്ട് CPMും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് VD സതീശൻ അങ്ങ് അടിച്ചു വിട്ട്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ അല്ല, അത് നിങ്ങൾ ഇങ്ങനെ ഈ ഭാഷയിൽ സംസാരിക്കുന്നത്? ഞാനേ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസ് ക്ലബിൽ വന്ന ഒരാളാണ്. നിങ്ങൾ ഈ ശത്രുക്കളോട് സംസാരിക്കില്ല. നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ തെളിവ് തരാന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ സംസാരിക്കല്ലേ. ഞാൻ തെളിവ് തരാന്ന് പറഞ്ഞാൽ ഞാൻ ഇതിപ്പോ ഒരു പ്രശ്നം എന്താണെന്നറിയാം. ഈ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന പോലെ അല്ലല്ലോ ഞങ്ങളൊക്കെ നടത്തണം. മുഖ്യമന്ത്രി 50 മിനിറ്റ് സംസാരിക്കും. ആദ്യത്തെ 2 ചോദ്യം സ്പോൺസേഡ് ചോദ്യം, മൂന്നാമത്തെ ചോദ്യം ആർക്കെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോഴേക്കും പുള്ളി സമയമായി പോകും. ഞങ്ങളൊക്കെ അവസാനത്തെ ചോദ്യത്തിന് വരെ മറുപടി പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പൊ കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിലും വന്ന് നിരന്തരമായി വേറെ ആർക്കും ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ നിരന്തരമായി അങ്ങനെ ശല്യപ്പെടുത്തരുത്. ദേവി ഒരേ ചോദ്യം 100 പ്രാവശ്യം ചോദിക്കരുത്. അല്ലെങ്കിലും തെളിവുണ്ടാവില്ലല്ലോ. ഇലക്ട്രൽ ബോണ്ട് CPM വാങ്ങിയിട്ടില്ല. കാരണം അവരുടെ പ്രഖ്യാപിത നിലപാടാണ്. അത് ആരുടേതാണ് വാങ്ങിച്ചത് എന്നുള്ള പേര് രഹസ്യമാക്കി വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയും ആരുടെ അടുത്തുനിന്നും പണം വാങ്ങാവുന്ന ഒരു പ്രത്യേകത ഏർപ്പാടാണല്ലോ ഇലക്ട്രൽ ബോണ്ട്. അത് വേണ്ട എന്ന് തീരുമാനിച്ചത് ഒരു നല്ല കാര്യമാണ്. അതിനെതിരെ കോടതിയിൽ വരെ പോയി നേരിട്ട് സംഭാവന കള്ളന്മാരുടെ കയ്യിൽ നിന്നാണെങ്കിലും സംഭാവന നൽകുമ്പോൾ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് വാങ്ങിക്കുക. ജനങ്ങൾക്ക് അപ്പോൾ ആളുകളെ വിശ്വാസത്തിലെടുക്കാമല്ലോ. അങ്ങനെ ഒരു പരിപാടിയിൽ ഏർപ്പെട്ട CPMനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അവർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ടെന്ന്. പിന്നെ പിറ്റന്നാൾ തെളിവ് ഇവിടെ ഞാൻ തെളിവ് ഹാജരാക്കാമെന്ന് പറഞ്ഞതല്ലാതെ തെളിവ് ഹാജരാക്കാൻ പറ്റില്ലല്ലോ. കാരണം CPM ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടില്ല. പിന്നെ പറയാം അപ്പോൾ മേഘ എഞ്ചിനീയറിംഗ് ഇലക്ട്രൽ ബോണ്ട് കോൺഗ്രസിനും BJPക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സംഭാവനയായി CPMന് അത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് അങ്ങനെ വാങ്ങിയിട്ടുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ സംവിധാനത്തിലൂടെയല്ല, ഇത് പരസ്യമായ ഒരു സംഭാവന രീതിയാണ്. മറ്റതങ്ങനെയല്ല, രഹസ്യമായ നമുക്ക് കാര്യം സാധിക്കാൻ വേണ്ടി രഹസ്യമായ ഒരു വഴിയിലൂടെ നേടിയെടുക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ പണ്ട് ഏഷ്യാനെറ്റ് ന്യൂസൊക്കെ ചർച്ച ചെയ്തതുപോലെ DMKക്ക് ഇലക്ട്രൽ ബോണ്ടിൽ പൈസ കിട്ടിയിട്ടുണ്ട്, DMKയോട് CPM കടം വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് ഇലക്ട്രൽ ബോണ്ടല്ലേ എന്നൊക്കെ ചോദിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യം. അപ്പോൾ ഇത് VD സതീശൻ അങ്ങ് എറിഞ്ഞു കൊടുത്തതാണ്. എന്തും പറയാം, തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തും പറയാം എന്നുള്ളൊരു പരിപാടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആളുകളുടെ ഒരു ശീലമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വന്നത്. ഇലക്ട്രൽ ബോണ്ട് അല്ലല്ലോ പറഞ്ഞത്. ഇലക്ട്രൽ ബോണ്ട് അല്ലല്ലോ പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് BJPയും കോൺഗ്രസും വാങ്ങിയതിനെ ഒരുപോലെ CPM വിമർശിക്കുകയാണ്. മനസ്സിലായി? ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയല്ലേ.
ഞങ്ങൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി വാങ്ങിയെന്നുള്ള പരാതി എന്താ? ബി ജെ പിക്ക് എതിരായിട്ടുള്ള പരാതി എന്താ? ബി ജെ പി വ്യവസായ സ്ഥാപനങ്ങളിൽ ആളുകളെ വിട്ട് ED-യെയും CBI-യും വിട്ട് റെയ്ഡ് നടത്തി സെറ്റിൽ ചെയ്ത് 500 കോടി 1000 കോടിയൊക്കെ വെച്ച് വാങ്ങിച്ച് വലിയ എമൗണ്ട് വാങ്ങിച്ചെന്നാണ്. ഞങ്ങൾക്ക് പണം തന്നിട്ടുണ്ട് കമ്പനികൾ, അത് രേഖയിലുള്ളതല്ലേ, ഇലക്ട്രൽ ബോണ്ടുള്ള അതേ കമ്പനികൾ CPM-ന് പണം കൊടുത്തിട്ടുണ്ട്. CPM മേടിച്ചിട്ടുണ്ട്, എല്ലാവരും മേടിച്ചിട്ടുണ്ട്. ഞാൻ തെളിവ് വരാം. ഒടുവിൽ ഇതൊക്കെ കേട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ VD സതീശനെ നുണക്കുള്ള സമ്മാനം കിട്ടുന്ന ആളാണെന്ന് വരെ പറഞ്ഞളഞ്ഞു. നുണക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഒന്നാം സമ്മാനം തന്നെ കിട്ടുമെന്നാണ് ഇപ്പോഴുള്ള ധാരണ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. നമുക്ക് കാത്തിരിക്കാം. ഓരോരുത്തർ പറയുന്നതും തിരുത്തുന്നതും തിരുത്താതിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാനും കേൾക്കാനും കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.